എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നാമി അവളാണെങ്കിൽ ഫുൾ കലിപ്പില് ആ അണ്ണാമാരെ പിടിച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ലൈറ്റ്നിങ് പവർ വെച്ച് ഒരൊറ്റ അടി കൊടുക്കും. അതിനുശേഷം വീണ്ടും അവരോട് ചോദിക്കും, ഇവിടെ ഉണ്ടായിരുന്ന ട്രഷർ അത് മുഴുവൻ നിങ്ങൾ എവിടേക്ക് മാറ്റി? അതിന് അവറ്റകൾ പറയും, ഞങ്ങൾക്കറിയില്ല, അതൊക്കെ ചുന്ദരിപ്പെണ്ണാണ് ഇവിടുന്ന് മാറ്റിയത്. ഉടനെ അവൾ ആ രണ്ടുപേരെയും അങ്ങനെ തൂക്കിയെടുത്ത് അറഞ്ചം പൊറഞ്ചം അടിക്കുകയാണ്. ഉടനെ അവറ്റകൾ പേടിച്ച് നടന്ന എല്ലാ കാര്യങ്ങളും അവളോട് പറയും. നാമിക്കാണെങ്കിൽ ട്രഷർ എന്ന് വെച്ച ജീവനാണ്. അതുപോലെ തന്നെയാണ് ആ ചുന്ദരി വില്ലത്തിക്കും. നാമിക്കാണെങ്കിൽ ഇപ്പൊ കാര്യം പിടികിട്ടും. 1000 സണ്ണി കപ്പലുമായിട്ട് രക്ഷപ്പെടാനാണ് അവളുടെ ശ്രമം. അത് ഞങ്ങളുടെ കപ്പലാണ്, ഒരു കാരണവശാലും അവളത് മോഷ്ടിക്കാനായിട്ട് പാടില്ല പറഞ്ഞ് അവൾ ഉഷാറായി കപ്പലിനെ ലക്ഷ്യമാക്കി ഓടും. അവൾ അങ്ങനെ ഓടുമ്പോഴായിരിക്കും അവൾ ഓടുന്ന ആ ഒരു സ്റ്റെയർ അവൾ ശ്രദ്ധിക്കുക. അത് മുൻപ് കണ്ടതുപോലെയല്ല, എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അവള് ആരോ നിലവിളിക്കുന്ന ശബ്ദം കേൾക്കും. ആ ശബ്ദം കേട്ട് അവൾ ആ ഭാഗത്തേക്ക് നോക്കും. മറ്റാരുമല്ല, തലകുത്തി കിടക്കുന്ന 900. അവൾ ഒരു സെക്കൻഡ് അവനെ കണ്ട് ഷോക്കായി പോവും. ഇവനെങ്ങനെ ഈ അവസ്ഥയിലായി? ഒരു പക്ഷേ നമ്മുടെ ആൾക്കാർ തന്നെയായിരിക്കും അതിന്റെ പിന്നില്. എന്നിട്ട് അടുത്ത സെക്കൻഡ് എനിക്ക് ട്രഷർ മതിയേ എന്നും പറഞ്ഞ് കപ്പലിലേക്ക് ഓടും. അതേസമയം ഇവിടെ 900 അവൻ ഫുൾ കലിപ്പിൽ പറയും, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഓടി രക്ഷപ്പെട്ടോ. സോ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആർക്കും ജീവൻ ഉണ്ടാവില്ല. പക്ഷെ അടുത്ത സെക്കൻഡ് 900 ഒത്തിരി വിഷമത്തിൽ പറയും, എന്റെ 2 കൊമ്പും താഴെ ലോക്കായിരിക്കാണ്. എന്നെ കൊണ്ട് ആ ലോക്ക് അഴിച്ച് പഴയതുപോലെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. അത് കേൾക്കേണ്ട താമസം അവരെല്ലാവരും വമ്പ ഫോഴ്സിൽ ഇപ്പൊ അവനെ അറ്റാക്ക് ചെയ്യാനായി അവന്റെ അടുത്തേക്ക് ഓടി അടുക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇപ്പോ മാക്സിന് പുറത്തുള്ള സോംബീസിനെ കാണിക്കും. അവറ്റകളാണെങ്കിൽ 900ന്റെ അലർച്ച കേട്ട് പേടിച്ച് നിൽക്കുകയാണ്. ഇവിടെ എന്താ സംഭവിക്കണേ? അവൻ എന്താ പറ്റിയേ? കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാര് ആ 900നെ തല്ലി കൊല്ലുകയാണ്. പക്ഷെ എന്താ, അടി കിട്ടി അവനിപ്പോ നോർമൽ സ്റ്റേജിലേക്ക് വരും. അവൻ നോർമലായി എഴുന്നേറ്റ് നിന്നു കാണുമ്പോ തന്നെ നമ്മുടെ ആൾക്കാർ വന്ന സ്പീഡില് തിരിച്ചോടും. ഫ്രാങ്കി പറയും, 15ാമത്തെ അടവ് അത് തന്നെ പ്രയോഗിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവരിപ്പോ എന്തോ വമ്പ പ്ലാനൊക്കെ ഇട്ട് റെഡിയായിട്ട് നിൽക്കും. പക്ഷെ റോബിൻ ആണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാനൊരു പെൺകുട്ടിയാണ്, നിങ്ങൾ പറയും പോലെ തൂങ്ങിക്കിടക്കാനൊന്നും എനിക്കാവില്ല. പക്ഷെ ഫ്രാങ്കിയും ഉസോപ്പും ചോപ്പറും അവര് 3 പേരും അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. ചാഞ്ച് കാലു മടക്കി ഒരൊറ്റ ചവിട്ട് കൊടുക്കും. ഫ്രാങ്കിയും ചോപ്പറും ഉസോപ്പും അവര് 3 പേരും തെറിച്ചുപോയി 900ന്റെ തലയില് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അവര് കാല് വെച്ച് ഇപ്പൊ ചവിട്ടാനായിട്ട് തുടങ്ങും. സോറോയ്ക്കും സാഞ്ചിക്കും റോബിനും അവർക്ക് 3 പേർക്കും അത് കണ്ട് കലിയിളകും. നിങ്ങൾ ഇത്രയും വലിയ മണ്ടന്മാരാണോ? ഈ സമയത്താണോ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കണേ? നിങ്ങളുടെ ഫുൾ ഫോഴ്സ് എടുത്ത് അവനെ തകർത്ത് കളാ. അപ്പോഴായിരിക്കും അവരവരുടെ റിയൽ ട്രിക്ക് അത് യൂസ് ചെയ്യുക. അവര് 3 പേരും ചേർന്ന് 900നെ കളിയാക്കാൻ തുടങ്ങും. ഉസോപ്പ് നിലവിളിച്ചു പറയും, ഗായ്സ്, ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു കറക്റ്റ് ടൈം. 900 ആണെങ്കിൽ അതിന്റെ കൈ ചുരുട്ടി സ്വന്തം തലയിൽ തന്നെ ആഞ്ഞടിക്കുകയാണ്. അപ്പൊ അത്രയും ടൈം നമ്മുടെ ആൾക്കാരെ കുറ്റം പറഞ്ഞിരുന്ന സാഞ്ചി അവൻ പറയും, വാവ്, ഈ ഐഡിയ അത് അടിപൊളിയായിട്ടുണ്ട്. റോബിൻ, ആക്ച്വലി ഈ ഒരു ഐഡിയ അവർക്ക് പറഞ്ഞു കൊടുത്തത് പോലും ഞാനാണ്. ഉടനെ ഉസോപ്പ് ഒരു കാര്യം പറയും, ഇപ്പോഴും 900ന്റെ ബോഡിയിൽ ചില സ്വഭാവ സവിശേഷതകൾ അത് കാണാൻ കഴിയുന്നുണ്ട്. അത് പല ഭാഗത്തു നിന്നും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. സോ ലൂഫിയുടെ ലിമിറ്റേഷൻസ് അത് ഇവനും ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഉസോപ്പ് അവൻ ദൂരത്തേക്ക് കൈ ചൂണ്ടി പറയും, വാവ്, എല്ലാവരും അവിടേക്ക് നോക്ക്, ഇഷ്ടം പോലെ മീറ്റ് അവിടെ കൂട്ടി വെച്ചിരിക്കുകയാണ്. അത് കേട്ടാ 900 അവൻ ഷോക്കാവും. രാവിലെ വെള്ള ഊറി 900 ചോദിക്കും, എവിടെ മീറ്റ് എവിടെ? ഉസോപ്പ് ആണെങ്കിൽ വിട്ടുകൊടുക്കൂല. അവൻ വമ്പനൊരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ ഇട്ടുകൊടുത്ത് ദൂരേക്ക് കൈ ചൂണ്ടി നിൽക്കും. ഉടനെ ആ ഗ്യാപ്പില് ഇപ്പൊ ഫ്രാങ്കിയും സോറോയും അവർ 2 പേരും ചേർന്ന് ആ 900ന്റെ ഓരോ കാല് വീതം നല്ല രീതിയിൽ പഞ്ചൊക്കെ ചെയ്ത് അവനെ ഇപ്പോ മുട്ടുകുത്തി താഴെ നിർത്തിക്കും. ഫ്രാങ്കി പറയും, കറക്റ്റ്, ഇങ്ങനെ തന്നെ നമ്മൾ ഇവനെ പ്രിവെന്റ് ചെയ്ത് നിൽക്കണം. ഈ ഗ്യാപ്പില് ലൂഫി ഉറപ്പായിട്ടും ആ ഗക്കോമുറിയുടെ കഥ കഴിക്കും. അത് കഴിഞ്ഞ എല്ലാ പ്രോബ്ലം സോൾവ് ആയി. ഉടനെ 900ന് പിടികിട്ടും അവരെല്ലാവരും ചേർന്ന് അവനെ ചീറ്റ് ചെയ്യാണെന്ന്. അവൻ ഗം ഗം എന്ന് പറഞ്ഞ് വീണ്ടും അവന്റെ കൈ നീട്ടി നമ്മുടെ ആൾക്കാരെ ഇടിക്കാൻ വരാണ്. അതിന് സോറോ അവന്റെ പുതിയ സ്ക്വാഡ് എടുത്ത് കയ്യിൽ വെക്കും. സോറോ പറയും, ഒരു സാമുറായുടെ കൂടെ കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്ത് ഞാൻ നേടിയ ഒരു സ്ക്വാഡാണിത്, ഇതിന്റെ പേര് ഷൂഷു. ഉടനെ ഉസോപ്പ് അവനാണെങ്കിൽ അത് കണ്ട് ടെൻഷനാവും. ഇതാ ഇവിടെ നമ്മുടെ ലൂഫി, അവനാണെങ്കിൽ ആ ഭാഗം മുഴുവൻ ഓടി നടന്ന് നോക്കുകയാണ്. ഇത്രയും നേരവും അവൻ ഓടിച്ചു കൊണ്ടുവന്ന ഗക്കോമുറിയെ ഇപ്പൊ കാണാനില്ല. അവൻ കൂലങ്കക്ഷായിട്ട് ആലോചിക്കുമ്പോഴായിരിക്കും
ചുറ്റുമുള്ള മരങ്ങള് അവന്റെ ശ്രദ്ധയിൽ പെടുക. സോ ഈ മരത്തിന്റെ മുകളിൽ കയറി താഴേക്ക് നോക്കുകയാണെങ്കിൽ അവനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ പവർ ഉപയോഗിച്ച് മരത്തിന്റെ മുകളിലേക്ക് കയറും. അതിനുശേഷം അവിടെ ചുറ്റും നോക്കും. അപ്പ ലൂഫി കാണും ആ ഗഗ്ഗോ മുറിയ അവൻ ഏതോ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുന്നത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ആ സോംബീസ് ആണെങ്കിൽ സാധനങ്ങളെല്ലാം 1000 സണ്ണിയില് ഫില്ല് ചെയ്യാണ്. കറക്റ്റ് ടൈം നമ്മുടെ നാമി അവിടേക്ക് ഓടിയെത്തും. നിർത്തിടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കപ്പലിൽ കൈവെക്കും, ഇത് ഞങ്ങളുടെ കപ്പലാണ്. ഉടനെ നാമിയെ കണ്ട് ആ സോംബീസും അതുപോലെ തന്നെ വില്ലത്തിയും അവരെല്ലാവരും ഷോക്കായിട്ട് ഇപ്പൊ നാമിയെ തന്നെ നോക്കി നിൽക്കും. വില്ലത്തി ആണെങ്കിൽ ഇപ്പൊ നാമിയെ നോക്കി ചിരിക്കും. ഓ, നീ ആ പൈററ്റ് ടീമിലെ ഒരു മെമ്പർ അല്ലേ? നിന്റെ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നീയും ഇൻവിസിബിൾ മാനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞോ? അതിന് നാമി, നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അവനെ വെച്ച് സംസാരിക്കും. ഒരു കാരണവശാലും ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ആ വില്ലത്തെ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ഓടി വരികയാണ്. പക്ഷെ അപ്പോഴേക്കും ആ വില്ലത്തി അവൾ ഒരുപാട് കുട്ടിപ്രേതങ്ങളെ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നാമിക്ക് നേരെ അയക്കാണ്. അവൾക്കറിയാം ഈ ഒരു പവർ അത് വർക്കൗട്ട് ആവാത്തത് ഉസോപ്പിന്റെ ബോഡിയിൽ മാത്രമാണെന്ന്. നാമിയെ വളരെ ഈസി ആയിട്ട് ഇതിലൂടെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് അവൾക്കറിയാം. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. നേരത്തെ കണ്ട ആ ഒരു ജയന്റ് കരടി അത് വലിയൊരു ബുക്കൊക്കെ എടുത്ത് ഇപ്പൊ ആ വില്ലത്തിയുടെ തൊട്ട് പുറകിൽ നിൽക്കുകയാണ്. വില്ലത്തി ക്യാഷ്വലായിട്ട് അതിനെ തിരിഞ്ഞു നോക്കും. അപ്പോൾ അതിനോട് പറയും, നീ ആരാ എന്റെ തൊട്ടു പുറകിൽ വന്ന് നിൽക്കാൻ? മാറി നിൽക്ക്, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നിനക്കും കിട്ടും. ഉടനെ ആ സോംബീസ് അവറ്റകൾ നിലവിളിച്ച് പറയും, പെരോണ ഓടിക്കോ, അവൻ ഭയങ്കര ഡേഞ്ചറാണ്. അവന്റെ അറ്റാക്കിൽ പെട്ട് ഒരുപാട് സോംബികള് ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. അവൾ ഉടനെ കണ്ണൊക്കെ തിരുമ്മി അവനെ സൂക്ഷിച്ചു നോക്കും. അപ്പോഴായിരിക്കും അവൾക്ക് പിടികിട്ടുക ഇവൻ പണ്ട് 7 വാർലോഡ്സ് ഉണ്ടായിരുന്ന ഒരു മെമ്പറാണ്. ഇവൻ എങ്ങനെ തിരിച്ചെത്തിയും ചോദിച്ച് അവൾ അവനെ കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. അവന്റെ സൈസും അവൻ 7 വാർലോഡ്സിലെ മെമ്പറാണെന്ന് കേൾക്കുമ്പോഴും നമ്മുടെ നാമിക്ക് അവൾക്കാണെങ്കിൽ അവളുടെ ഹാർട്ട് ബീറ്റ് കൂടാനായിട്ട് തുടങ്ങും. ഉടനെ അവൻ ക്യാഷ്വലായിട്ട് ആ വില്ലത്തിയോട് ചോദിക്കും, നീ ആ 7 വാർലോഡ്സിലെ ഗഗ്ഗോ മുറിയുടെ അസിസ്റ്റന്റ് ആണോ? അയ്യോ ഇല്ല, എനിക്കാളെ അറിയില്ല. ഞാനിപ്പോ എല്ലാവരും ഉപേക്ഷിച്ച് ഈ കപ്പലില് ഒരു സ്ഥലത്തേക്ക് പോവാണ്. ആരും അറിയാത്ത ഡാർക്കായിട്ടുള്ള ഒരു കാസ്റ്റിൽ. അവിടെ പോയി എനിക്കും എന്റെ അസിസ്റ്റൻസിനും സുഖമായിട്ട് ജീവിക്കണം. അത് മാത്രമാണ് ഇപ്പോഴത്തെ എന്റെ ലക്ഷ്യം. അവനുടനെ അതൊന്നും മൈൻഡ് ചെയ്യാതെ കയ്യിലുള്ള ബൈബിള് അതെടുത്ത് വായിക്കാനായിട്ട് തുടങ്ങും. അവൾക്ക് ടെൻഷനാവും. അവൾ വിളിച്ചു പറയും, നീ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? നിനക്ക് കുറച്ചെങ്കിലും മര്യാദ അതെനിക്ക് തന്നോടെ. അവളിപ്പോ അവളുടെ ഗോസ്റ്റുകളെ ക്രിയേറ്റ് ചെയ്ത് അവര് നേരെ അറ്റാക്ക് ചെയ്യും. വീണ്ടും അവളോട് സമാധാനത്തിൽ പറയും, നീ എന്നെ ഇങ്ങനെ അറ്റാക്ക് ചെയ്താ ഞാൻ എങ്ങനെ ഗഗ്ഗോ മുറിയ എവിടെ ഉണ്ടെന്നറിയും. ആ സോംബീസുകളാണെങ്കിൽ ഇപ്പൊ അവിടെ ചുറ്റും നോക്കും. സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ വില്ലത്തിയെ അവിടെ കാണാനില്ല. അവരാണെങ്കിൽ അവളെ അന്വേഷിച്ച് അവന്റെ അടുത്തേക്ക് ഓടി വരും. അവൻ ക്യാഷ്വലായിട്ട് അവരെ ലുക്ക് വിടും. അടുത്ത നിമിഷം അവരും വാലും പൊക്കി ഓടും. പിന്നീട് അവൻ എടുത്തു ചാടി അവളുടെ തൊട്ടടുത്ത് വന്ന് ക്ലോസ് ആയിട്ട് നിൽക്കും. നീ ആ സ്ട്രോ ഹാറ്റ് ലൂഫിയുടെ ടീം മെമ്പർ കള്ളി നാമിയല്ലേ? സത്യത്തില് ലൂഫിക്ക് ഒരു ബ്രദർ ഉണ്ടെന്ന് പറയുന്നത് സത്യമാണോ? ഉടനെ നാമി പറയും, ഉണ്ട്. അവന്റെ ചേട്ടന്റെ പേര് എയ്സ് എന്നാണ്. നീ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? നിനക്ക് ആവശ്യം ലൂഫിയാണോ? അതിനാവും പറയും, എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അത് ഞാൻ നേടിയെടുത്തിരിക്കുന്നു പറഞ്ഞ് അങ്ങനെ സിമ്പിളായിട്ട് നടന്നു പോകും. കട്ട് ചെയ്താ ഇവിടെ ലൂഫി അവനാണെങ്കിൽ ആ ഗഗ്ഗോ മുറിയെ പിടിച്ച് വലിച്ച് ഞെട്ടിക്കുകയാണ്. മര്യാദയ്ക്ക് എന്റെ ഷാഡോ തിരികെത്താ. അപ്പോഴായിരിക്കും ലൂഫി മനസ്സിലാക്കുക അത് ഗഗ്ഗോ മുറിയല്ല, അവന്റെ ഷാഡോയാണ് ഇത്രയും നേരവും ലൂഫി ഇടിച്ചതെന്ന്. കറക്റ്റ് സമയം എന്തോ ഒന്ന് വലിയ ശബ്ദത്തില് അങ്ങനെ പൊട്ടിത്തകരും. അത് കേട്ട് ലൂഫി അവൻ നിലവിളിച്ച് കരയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വിബിസോ.